അവിടെയുണ്ട്, ഇവിടെയുണ്ട്, അപ്പുറത്തുണ്ട്, ഇന്നാപ്പുറത്തുണ്ട്, എല്ലായിടത്തുണ്ട്, ലോകം മുഴുവനുണ്ട്. നിങ്ങൾക്ക് മാത്രം എന്താ പ്രശ്നം? എന്നാൽ അത്തരം ആളുകൾ ആയത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഖുർആനിലുള്ള വിശ്വാസം അവർക്ക് അവശേഷിക്കുന്നുണ്ടെങ്കിൽ, അവർ കണ്ണു തുറന്ന് കാണേണ്ട, കാതു തുറന്ന് കേൾക്കേണ്ട ഒരായത്തുണ്ട് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മാഇദയിൽ. ഖുല്ലാ യസ്തവിൽ ഖബീസു വത്വയ്യിബ്. നബിയെ പറഞ്ഞു കൊടുക്കുക, ലാ യസ്തവിൽ ഖബീസു വത്വയ്യിബ്. നല്ലതും ചീത്തയും ഒരിക്കലും തന്നെ സമമാവുകയില്ല. വലൗ അഅജബക, നിന്നെ അത്ഭുതപ്പെടുത്തിയാലും ശരി, കസറത്തുൽ ഖബീസ്, ചീത്ത കാര്യങ്ങൾ, അതിന്റെ ആധിക്യം, അതിന്റെ വർദ്ധനവ്, അതിന്റെ കുത്തൊഴുക്ക്, നിന്നെ എത്രമേൽ നിന്നെ അത്ഭുതപ്പെടുത്തിയാലും ശരി, ഒരിക്കലും സത്യവും അസത്യവും, നേരും നുണയും, ധർമ്മവും അധർമ്മവും പരസ്പരം ഒരിക്കലും സമമാവുകയില്ല. എന്നിട്ട് പറഞ്ഞതെന്താ? ഫത്തഖുല്ലാഹ്, നിങ്ങളുടെ പിന്നിൽ എത്ര ആളുകളുണ്ട് എന്നല്ല നിങ്ങൾ നോക്കേണ്ടത്, നിങ്ങളുടെ മുന്നിൽ എത്ര ആളുകളുണ്ട് എന്നല്ല നിങ്ങൾ നോക്കേണ്ടത്, ലോകം മുഴുവൻ എങ്ങനെ ചിന്തിക്കുന്നു എന്നല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഫത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. യാ ഉലിൽ അൽബാബ്, ചിന്തിക്കുന്നവരെ, ചിന്തിക്കാത്തവർക്ക് ഒഴുകുന്നവരോടൊപ്പം ഒഴുകാം, ആലോചിക്കാത്തവർക്ക് പോകുന്നവരോടൊപ്പം പോകാം. എന്നാൽ ഈ ലോക ജീവിതത്തിന്റെ ലക്ഷ്യത്തെ കുറിച്ച് ചിന്തിക്കുന്ന, പരലോകമാണ് എനിക്ക് ഉത്തമം എന്ന് മനസ്സിലാക്കുന്ന, ചിന്തിക്കുന്ന മനുഷ്യരെ നിങ്ങൾ എടുക്കുന്ന നിലപാടിന്റെ കൂടെ എത്ര പേരുണ്ട് എന്ന ആഴമല്ല നിങ്ങൾ നോക്കേണ്ടത്, അതിന്റെ എണ്ണമല്ല നിങ്ങൾ നോക്കേണ്ടത്. ഫത്തഖുല്ലാഹ് യാ ഉലിൽ അൽബാബ്, ബുദ്ധിമാന്മാരെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ചോളയും.